േക്ക് തുളഞ്ഞു കയറിയതുപോലെ അഭിനയിക്കുക. സഹായിയും എത്തിച്ചേർന്ന് എത്ര കഷ്ടപ്പെട്ടാണ് വാൾ അടർത്തി മാറ്റുന്നത്. ഈ മുറിവിന്റെ ആഴം എത്രയായിരിക്കും? കുന്തിരിക്കം വല്ലാത്തൊരൌഷധം തന്നെ. ഇനി ഇദ്ദേഹം കാണിക്കാൻ പോകുന്നത് പിച്ചാത്തി കൊണ്ടുള്ള ചില അഭ്യാസ പ്രകടനമാണ്. ഈ അഭ്യാസത്തിനിടയിൽ നേരിയ രൂപത്തിൽ തൊലിപ്പുറത്ത് ചെറിയ ഒരു മുറിവുണ്ടാക്കുകയും അതിലൂടെ കിനിഞ്ഞു വരുന്ന രക്തം ആയുധം വലിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് കൈകൊണ്ട് വലിച്ചു പരത്തുകയും ചെയ്യുന്നു. അതോടെ കാണികൾക്ക് വയറിന് ചുറ്റും പരിഞ്ഞു കീറിയ പോലെ മുറിവ് അനുഭവപ്പെടുന്നു.
സഹായി എത്തി കുന്തിരിക്കത്തിന്റെ പുക കൊണ്ട് തടവിക്കൊണ്ടിരിക്കുന്നു. മുറി കൂടുന്നു. ഇനി ഇയാളുടെ അഭ്യാസം ശ്രദ്ധിക്കുക. മുമ്പ് ചെയ്തിരുന്ന ആൾ ദ്രുതഗതിയിൽ ചെയ്തിരുന്നത് കാരണം യാഥാർത്ഥ്യമായി തോന്നിയിരുന്നത് ഇയാളുടെ പ്രവർത്തനം ശ്രദ്ധിച്ചാൽ മുഴുവൻ തട്ടിപ്പുകളും വ്യക്തമാകും. കത്തി ശരീരത്തിൽ തട്ടാതെ സാവകാശം വലിക്കുന്നത് ശ്രദ്ധിക്കുക. ഇനി അഭ്യാസം കമ്പി കൊണ്ട് കവിളിലൂടെ തുളച്ചു കയറ്റുന്നതാണ്. മുമ്പ് ചെയ്തിരുന്നത് പോലെ തന്നെ പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കുക മാത്രമാണ് ചെയ്യുന്നത്.
ആളുകളെ മലർത്തിക്കിടത്തി വെട്ടിനുറുക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്നതാണ് അടുത്ത രംഗം. ആളെ മലർത്തിക്കിടത്തി വയറിന് മുകളിൽ വാളിന്റെ മൂർച്ചയില്ലാത്ത ഭാഗം കൊണ്ട് ആഞ്ഞു വെട്ടുന്നത് പോലെ തോന്നിപ്പിക്കുക. പക്ഷേ വയറിന് മുകളിലെത്തുമ്പോൾ പതുക്കെ വെക്കുകയും മുകളിൽ മൂടുന്ന തുണി കൊണ്ട് വാൾ ചുറ്റിപ്പൊതിഞ്ഞ് മൂർച്ചയില്ലാത്ത ഭാഗം കൊണ്ട് വയറിൽ വെച്ച് അമർത്തി മുറിക്കുന്നത് പോലെ ചലിപ്പിക്കുക. മനുഷ്യൻ രണ്ട് പിളർപ്പായി കഴിഞ്ഞു. ഇനി പൂടാൻ എന്തു വേണം? കുന്തിരിക്കത്തിന്റെ പുക കൊണ്ട് അല്പനേരം തടവുക. എന്തത്ഭുതം! ഒരു പോറലുമേൽക്കാതെ ആൾ എണീറ്റു വരുന്നു. ഈ തട്ടിപ്പുകളും വെട്ടിപ്പുകളും കണ്ട് അന്താളിക്കുന്നവർ പിന്നീട് പ്രചരിപ്പിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണെന്ന സാക്ഷിപത്രത്തോടെയാണ്. കേൾക്കുന്നവൻ വിചാരിക്കുന്നത് ശരിയായിരിക്കാം, അയാൾ കണ്ടതല്ലേ പറയുന്നത്. കണ്ടതാണ്, പക്ഷേ യാഥാർത്ഥ്യമല്ലെന്ന് മാത്രം. ഇസ്ലാമിക അധ്യാപനങ്ങൾ വേണ്ടവിധം ലഭിക്കാത്ത പാമരന്മാർ കരുതുന്നത് ഇതെല്ലാം സത്യമാണെന്നാണെങ്കിലും ഈ തട്ടിപ്പുകൾ മനസ്സിലാക്കുന്ന ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്നവർ വിചാരിക്കുന്നത് ഇതാണ് ഇസ്ലാമെങ്കിൽ ഈ മതവും അതിലുള്ള വിശ്വാസാചാരങ്ങളുമെല്ലാം ഇതുപോലെ വ്യാജമായിരിക്കുകയില്ലേ എന്നാണ്. ഇസ്ലാമിന്റെ പേരിൽ ഇത്തരം തട്ടിപ്പുകൾക്കെതിരെ ദീനി സ്നേഹികൾ ഉണർന്നു വരണം. ഇത്തരം തെരുവു കച്ചവടക്കാരിൽ നിന്ന് ഇസ്ലാമിന്റെ ഇസ്സത്ത് സംരക്ഷിച്ചെടുക്കേണ്ട ബാധ്യത ഓരോ മുസ്ലിമിനുമുണ്ട്. ചോദിക്കുക, ഞങ്ങൾ ആയുധം പ്രയോഗിക്കാം, നിങ്ങളുടെ മാസ്മരിക ശക്തി കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുക. അപ്പോഴറിയാം യാഥാർത്ഥ്യത്തിന്റെ യഥാർത്ഥ മുഖം. ദീർഘകാലം ഈ ദുരാചാരങ്ങൾ കൊണ്ട് നടക്കുകയും ജനങ്ങൾക്ക് വേണ്ടി ആചരിക്കുകയും ചെയ്തിരുന്ന ഹമീദ് മുസ്ലിയാർ പിന്നീട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തൗഹീദിന്റെ ആദർശം സ്വീകരിക്കുകയുണ്ടായി. അദ്ദേഹം ഈ ദുരാചാരത്തിലെ തട്ടിപ്പുകൾ വിശദീകരിക്കുന്നത് കാണുക. സഹോദര, ലാ മഖ്സൂദ ഇല്ലല്ലാ, ലാ മത്ലൂബ ഇല്ലല്ലാ. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കലും പറഞ്ഞിട്ടില്ലാത്ത, സഹാബാക്കളോ താബീങ്ങളോ കേട്ടിട്ടില്ലാത്ത ഇത്തരം ദിക്റുകൾ ആരാണ് സഹോദരന്മാരെ? ഇബ്ലീസ് അല്ലാതെ മറ്റാരാണ് ഇസ്ലാമിലേക്ക് കടത്തിക്കൂട്ടിയത്? ചിന്തിക്ക്, ആത്മാർത്ഥമായി ചിന്തിക്ക്. കഴിഞ്ഞിട്ടില്ല. പിന്നെ അങ്ങനെ 303 വട്ടം ചെല്ലണം കേട്ടോ. പിന്നെ ഇല്ലാഹു ഇല്ലാഹു. ഞാനിതേ ലേശൊരു പരിചയമുള്ള ആളാണ്. നാദാപുരടുത്ത് കല്ലാച്ചിന്ന് ലേശം അങ്ങോട്ട് പോയ ചെറുമോത്ത്, അവിടെ ചെറുമോത്ത് ഓതി താമസിച്ചിരുന്നു ഞാൻ. ആ ചെറുമോത്ത് ഞാൻ ഓതി താമസിക്കുന്ന കാലത്ത് എല്ലാ 11-ാം രാവും റാത്തീബ് ഉണ്ടാവും. ഞങ്ങൾ മുസ്ലിയാക്കന്മാരുട്ടിയാൾ എല്ലാ ദിവസവും അതിൽ റാത്തീബിൽ പങ്കെടുത്തോണം.
അന്ന് പങ്കെടുത്ത് പരിചയമുണ്ട് എനിക്ക്. അതാ ഞാൻ പറയുന്നത്. അപ്പോ ഈ 303 വട്ടം ചെല്ലാൻ പറഞ്ഞത് നടുവെന്ന് പൂജ്യം ഒഴിവാക്കും. 303 പൂജ്യം ഒഴിവാക്കിയാൽ പിന്നെ എത്രയാണ്? 33. ആ 33 വട്ടം ഞങ്ങൾ ചെല്ലും. അപ്പോഴോ ഇല്ലാഹു 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 യാഹു 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 33 വട്ടം. അല്ലാഹു 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 ഹൂഹു ഹൂഹു ഹൂഹു. സഹോദരാ, സുന്നി സുഹൃത്തെ, നിന്നെ പരിഹസിക്കല്ല. ചുക്കില്ലാത്ത കഷായല്ല, മൗലൂദിത്താവില്ലാത്ത വീടില്ല. നിന്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് മറിച്ച് നോക്ക്. ഈ വഹാബി ഇല്ലാത്തത് പറയാണോ എന്നുള്ളത്. റിഫായി റാത്തീവ് മറിച്ചിട്ടൊന്ന് നോക്ക്. നീനുള്ളതാണിത്. ഇല്ലാഹു ഹൂഹു 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 ഹൂ അല്ലാ ഹൂ അല്ലാ ഹൂ അല്ലാ ഹൂഹു അല്ലാ ഹൂഹു അല്ലാ ഹൂഹു അല്ലാ. ദിക്റില്ലാതെ അള്ളാഹിനെ കൊള്ള അടുക്കാണ്. അള്ളാഹുവിന്റെ റസൂല് പറയാണ്, മാമിൻ ശൈഇൻ യുഖർരിബുകും മിനൽ ജന്ന ഇല്ലാ ഖദ് നബ്ബയതുകും ബിഹി. സ്വർഗത്തിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു തരാതെ വിട്ടിട്ടില്ല. വമാമിൻ ശൈഇൻ യുബഅദുകും മിനൻ നാരി ഇല്ലാ ഖദ് നബ്ബയതുകും ബിഹി. നരകത്തെ തൊട്ട് നിങ്ങൾ ദൂരീകരിക്കുന്ന ഒരു കാര്യവും നിങ്ങൾക്ക് പറഞ്ഞു തരാതെ വിട്ടിട്ടില്ലേ ഇല്ല. ഉണ്ടോ? സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തെ തൊട്ട് ദൂരീകരിക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആനും പറയുന്നത് അതല്ലേ. അതല്ലേ ഞാൻ ആദ്യമായിട്ട് ഓതി വെച്ച ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. നിങ്ങൾക്കുള്ള ഇസ്ലാം ദീനിനെ നിങ്ങൾക്കുള്ള മതമായിക്കൊണ്ട് പൂർണ്ണമാക്കിക്കൊണ്ട് പരിപൂർണമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നേ. അതിലൊന്നും കൂട്ടിച്ചേർക്കാനില്ല സഹോദരങ്ങളെ, അതിലൊന്നും വെട്ടിച്ചുരുക്കാനുമില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തരാത്ത ഹാഹു ഹീഹി ഹാഹും ഇതൊക്കെ ചൊല്ലാന്, ഇതൊക്കെ പഠിക്കാന്, പഠിപ്പിക്കാന് ഈ ലോകത്ത് ഏത് പണ്ഡിതന്മാർക്കാണ് അള്ളാഹു അധികാരം കൊടുത്തത്? ഇതാ നമുക്ക് മനസ്സിലാവാത്തത് സഹോദരന്മാരെ. പിന്നെ അല്ലാഹു മൗജൂദുൻ ഫിൽ വജൂദ് ഹൂ ഹയ്യുൻ യാ ഹയ്യുൻ ഹൂ ഹയ്യുൻ യാ ഹയ്യുൻ. പിന്നെ ഇതിന് പ്രത്യേക ആക്ഷനൊക്കെ ഉണ്ട്. 33 വട്ടത്തില് 15 വട്ടം വരെ സ്ലോ ആയിട്ട് പോകും. 15 വട്ടാണ് കഴിഞ്ഞാലോ പിന്നെ മുറുക്കം കൂടും. മുറുക്കം കൂടാൻ സ്പീഡ് കൂടുന്ന പിന്നെ സുഹൃത്തുക്കളെ, സുന്നി സഹോദര, ഇസ്ലാമാണോ ഇസ്ലാമിൽ കടന്നുകൂടിയതാണോ ഒന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്ക്. ചൂടെടുത്തിട്ട് വയ്യട്ടോ. ഞാനത് കാണിക്കാം. ഇസ്ലാമാണോ ഇസ്ലാമിൽ കടന്നുകൂടിയതാണോ
ഇതങ്ങനെ മനസ്സിലാക്കാനുള്ളത്. യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ്. അപ്പോഴേക്ക് എല്ലാരും കൂടി കത്തിങ്ങോട്ട് പോകുമ്പോഴേക്ക് എല്ലാരും പരിഭ്രാന്തരായിട്ട് ജനങ്ങളെ കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക. അതിനിങ്ങനെ യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് യാ അബ്ദുൽ ഖാദിർ ജീലാനി. കത്തിയൊന്നായിട്ട് ഉള്ളിലാ. യാ ശൈഖ്. അപ്പോഴേക്ക് എല്ലാരും കൂടി വിളിച്ചോടി യാ ശൈഖ്. അപ്പൊ എല്ലാരും കൂടി യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ ഖാദിർ ജീലാനി. കൂടി ലേശം ഇവിടെ തട്ടിപ്പിന് വേണ്ടിയിട്ട് ലേശം ചോര ഇവിടെ പൊട്ടിക്കും. സംഗതിന്റെ യഥാർത്ഥം കേൾക്കണൊക്കെ ഇതാ, ഇതിന് പ്രത്യേക കത്തി ഉണ്ടായിക്കുക. ഇതാ കത്തി. ഇതിന്റെ ചുണ്ട് കിടക്കുന്നത് ഇവിടെ വളച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് ഇവിടെ ചുണ്ടുകൊണ്ടല്ല കുത്ത്. ചുണ്ടുകൊണ്ടാ കുത്തിയാ വളന്റെ ഉള്ളിക്കാണ് ചെല്ലും. ഇവിടം കൊണ്ടാ കുത്ത്. കണ്ടോ? ഇതാ വളനുള്ളിൽ ഇങ്ങനെ പോണ്. കണ്ടോ? ഇങ്ങനെ കുത്തിയാ വളന്റെ ഉള്ളിക്കാണ് ചെല്ലും. കുടലിന്റെ പുറത്ത് കയറും. ഞാൻ ചോദിച്ച അദ്ദേഹത്തിനോട് അതല്ല, ഞാൻ കുത്ത എവിടെ വളവട്ടൂർക്കാരനോട് ഞാൻ ചോദിച്ചു, ശരി ഞാൻ കുത്ത എന്നാ മുറി കൂടെ ചോദിച്ചു. അത് പറ്റൂല, നിങ്ങൾക്ക് കുത്താൻ പറ്റൂല, നിങ്ങൾക്ക് വേണമെങ്കിൽ വലിച്ചു ഊരാ. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിച്ചു ഊരാ, കുത്താൻ പറ്റൂല, കുത്തല് മൂപ്പര് തന്നെ കുത്തണം. മനസ്സിലായോ തട്ടിപ്പൊക്കെ? മനസ്സിലായോ? ഇതാണ് ജബ്ബൂസ്, ഒറിജിനൽ ജബ്ബൂസാണിത്. ഇത് നാക്കാലിപ്പല കൊണ്ടുവരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നാക്കാലിപ്പല കൊണ്ടുവരും. നാക്കാലിപ്പല കൊണ്ട് അടിക്കുക. ഇത് 4 കാലില്ല എന്നുള്ള പല തന്നെയാണ് കേട്ടോ. കാലുണ്ടാക്കിയിട്ട് വേണമെന്ന് മാത്രം. യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, 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 യാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് യാ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് യാ അബ്ദുൽ ഖാദിർ ജീലാനി, യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ. ഉച്ചടി യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ, യാ ശൈഖ്. വല്ലൊരു വസ്തുവിനെ പൊന്നെന്ന് ചൊല്ലുകിൽ തിരികെ ഉരുവാക്കും എന്ന് പറഞ്ഞവർ. കണ്ടോ? മുഹയ്യിദ്ദീൻ ശേഖന് വന്നു. മുഹയ്യിദ്ദീൻ ശേഖ് മുറിയാണ് കൂടാൻ പറഞ്ഞ് മുറിയാണ് കൂടി. അള്ളാഹ്ക്കുള്ള അതേ പവറ് മുഹയ്യിദ്ദീൻ ശേഖനുണ്ട് കാണിച്ചു കൊടുക്കുക. സുഹൃത്തെ മനസ്സിലായിക്കോ? എന്താണെന്നറിയോ? ജബ്ബൂസ് എന്താ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതിനു വേണ്ടി ഉണ്ടായിരിക്കുക പ്രത്യേകം. ഇവിടെ ഈ ചെറുവിരലുകൊണ്ട് മുറുക്കി പിടിക്കുക. ചെറുവിരലുകൊണ്ട് മുറുക്കിയാണ്ട് പിടിച്ചിട്ട് അടിക്കണം മുഴുവൻ ചെറുവിരലാ താങ്ങണത്. വെറുതെ അല്ല പഠിച്ചവൻ ചെറുവിരൽ തെറ്റിച്ചത്. ഇതിന്മലാ താങ്ങണത് അടി മുഴുവനും. അടിച്ചാണ് താഴത്തിലാക്കിയതൊക്കെ ഉള്ളിക്ക് ചെല്ലാതാ. അത് പറഞ്ഞപ്പോ ഇതൊക്കെ പറഞ്ഞപ്പോഴേ അപ്പൊ അയാൾ പറയാണ്, എന്നാ നാക്ക് മുറിച്ചിട്ട് പരകമല വെക്കണ്ടല്ലോ അതോന്ന് ചോദിച്ചിട്ടോട്. എന്തേ ഇപ്പൊ നിങ്ങളീ പറഞ്ഞതൊക്കെ ഇനി ശരിയാന്ന് സമ്മതിച്ചാൽ തന്നെ നാക്ക് മുറിച്ചിട്ട് പലകമല വെക്കണുണ്ടല്ലോ. സഹോദര ഒന്ന് മനസ്സിലാക്കി. എന്റെ ഇളയമാന്റെ മോൻ എടവണ്ണക്കാരൻ ഇന്ന് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് മഞ്ചേരി റോഡിന് ദേശം കൊണ്ട് നടന്നാല് ഒരു 50 മീറ്ററില്ല 25 മീറ്റർ നടന്നാൽ അവിടെ ബൂത്ത് കാണാൻ കെട്ടി. ആ ബൂത്തിന്റെ ഉടമ മാലങ്ങാടൻ മമ്മദ് പഠിച്ച മാർക്കിസ്റ്റാരനാ. ഞാനും മാർക്കിസ്റ്റാരൻ അറിഞ്ഞിറക്കല്ല, പഠിച്ച മാർക്കിസ്റ്റാരനാ. അതുകൊണ്ട് തന്നെ കുറെ കാലം ചങ്ങായി നിരീശ്വരവാദിയായിരുന്നു.
അൽഹംദുലില്ലാഹില്ലദീ ഹദാന. ഇപ്പോൾ ശരിക്കും അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നല്ല ഭക്തനാണ്, നല്ല തൗഹീദ് ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. അക്കാലത്ത് അവൻ നിരീശ്വരവാദിയാ. കൊണ്ടോട്ടീർച്ചയിൽ പോയിട്ട് തട്ടിപ്പ് നടത്തി. ആര്? അവനും അവന്റെ സംഘവും. എന്താ തട്ടിപ്പ്? നാക്ക് മുറിക്കുക. എങ്ങനെ നാക്ക് മുറിക്കലെന്നറിയോ? മാംസത്തിന്റെ കഷ്ണം ഏകദേശം നാക്കിന്റെ രൂപത്തിൽ ചെത്തുണ്ടാക്കിയിട്ടുണ്ടാവും. കുറെ അനൗൺസ്മെന്റ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അക്കാലത്ത് 5 രൂപയാണ് ഒരു ടിക്കറ്റ്. അക്കാലത്ത് അങ്ങനെ ആളുകള്, ഇതിന്റെ ഉള്ളിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞാൽ ഇവനെന്ത് പുതപ്പിട്ടിങ്ങനെ മൂടിയിട്ടുണ്ടാവും. ചെരിഞ്ഞു കിടക്കുകയായിരിക്കുമല്ലോ. പുതപ്പിട്ടിങ്ങനെ മൂടിയിട്ട് സിഗ്നൽ കൊടുക്കും. ഏകദേശം ആള് നിറഞ്ഞാൽ സിഗ്നൽ. അപ്പോ ചുവന്ന മഷിഗുളിക. ഇപ്പൊ മഷിഗുളിക അങ്ങനെ കാണാനില്ല. മുമ്പൊക്കെ ഉണ്ടായിരുന്നു മഷിഗുളിക എന്നിട്ടൊരു ഗുളിക. ആ മഷിഗുളിക എടുത്തിട്ട് വായിലിടുക. ചെറിയൊരു ശർക്കരന്റെ ആണി, ശർക്കരന്റെ കഷ്ണം. ഈ ശർക്കര കഷ്ണവും മഷിഗുളിയും കൂടാണ്ട് ചവച്ചാല് ഒറിജിനൽ രക്തത്തിന്റെ കളറും അതേ കട്ടി ഉണ്ടാവും. അങ്ങനെ അതിങ്ങനെ ചവച്ച് പാകാക്കുമ്പോഴേക്ക് രണ്ടാമത്തെ സിഗ്നൽ കൊടുക്കും. ആരും അറിയില്ലേ സിഗ്നൽ കൊടുക്കുന്നതും. രണ്ടാമത്തെ സിഗ്നൽ കൊടുക്കുമ്പോഴേക്ക് എന്താവുന്നറിയോ? ഈ മാംസ കഷ്ണം എടുത്തിട്ട് വായിലിടും. എന്നിട്ട് കുറച്ചു കാലം അനൗൺസ്മെന്റ് കൂടി കഴിഞ്ഞിട്ട് ആ പേടിയോടുകൂടെ അങ്ങോട്ട് ആ പുതപ്പ് വലിക്കും. വലിച്ചിട്ട് ഇവനോട് എണീച്ചിരിക്കാൻ പറയും, എണീച്ചിരിക്കും. നാവ് നീട്ടാൻ പറയും, നാവ് നീട്ടും. നാവ് നീട്ടുന്നത് ഏതാ? ഈ ഇറച്ചി കഷ്ണ, ഈ മാംസ കഷ്ണം. നാവിങ് നീട്ടിക്കിടക്കുന്ന സമയത്ത് കത്തിയെടുത്തിട്ട് നാവ് അരിയ. അതാണ് അരിയ. അരിഞ്ഞിട്ട് കത്തിയെടുത്തിട്ടേ അത് അരിഞ്ഞിട്ട് ഇതിന്റെ തുമ്പത്തിന് കുത്തും. കത്തി ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാൻ ഇങ്ങനെ കൊണ്ടുനടക്കും. അറിഞ്ഞിട്ട് എല്ലാവരും ഒഴിഞ്ഞു മാറും. മനസ്സിലാക്കണം നിങ്ങള്. ഇതാണ് തട്ടിപ്പ്. നമുക്ക് പറയാനുള്ളത്, നിരീശ്വരവാദികൾ എന്തെങ്കിലും തട്ടിപ്പ് നടക്കട്ടെ, അത് നമുക്ക് തടയാൻ സാധ്യമല്ല. ഇസ്ലാമിന്റെ പേരിൽ വേണോ ഇത്തരം തട്ടിപ്പുകള്? വേണോ? സഹോദരന്മാരെ, ഇതൊക്കെ ചിന്തിക്കാൻ കൂടുതൽ ബുദ്ധി വേണോ? കുത്തുറാത്തീബ് നടക്കുന്ന സ്ഥലത്ത് സുന്നി സഹോദര ഒന്ന് പോ, എന്നിട്ട് ചോദിക്കും, ഉസ്താദേ താങ്കൾ കുത്തിയാൽ മുറി കൂട്ടാൻ കഴിയുന്ന മൊഹീദ്ദീൻ ശേഖരൻ ഞാൻ കുത്തിയാൽ എന്തുകൊണ്ട് മുറി കൂട്ടാൻ കഴിയും?